നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിസം ഇൻവോൾവ്ഡ് ഇൻ മോളിക്കുലർ മൂവ്മെന്റ് ഓഫ് ഡയാലിസിസ്. അതായത് എങ്ങനെയാണ് ഡയാലിസിസിന്റെ ഒരു മെക്കാനിസം, ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ ആയ ഡയാലിസിസിൽ എങ്ങനെയാണ് സൊല്യൂട്ട് ക്ലിയറൻസ് നടക്കുന്നത്, വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയാണ് റിമൂവ് ചെയ്ത് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഫിസിയോളജിക്കൽ ആൻഡ് ഫിസിയോ കെമിക്കൽ പ്രിൻസിപ്പിൾസ്, കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് അത് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. മെയിൻ ആയിട്ട് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഓസ്മോട്ടിക് ഫിൽട്രേഷൻ, അതായത് ഓസ്മോട്ടിക് പ്രഷറിന്റെ ബേസിലുള്ള ഓസ്മോട്ടിക് ഫിൽട്രേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് അൾട്രാ ഫിൽട്രേഷൻ, ഇതൊക്കെയാണ് അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫിസിയോ കെമിക്കൽ മെക്കാനിസംസ്, അതിൽ വരുന്ന മെക്കാനിസംസ് ആണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിഫ്യൂഷൻ എന്താണെന്നാണ്. നമുക്കറിയാം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൊല്യൂഷൻസ്, അതായത് ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള 2 സൊല്യൂഷൻസിനെ നമ്മൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മള് രണ്ട് സൊല്യൂഷൻ ഇപ്പൊ നമ്മൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സൈഡില് ഇത് കൂടുതലാണ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയാലിസിസ് പേഷ്യന്റിന്റെ ബ്ലഡിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നമുക്ക് യൂറിയ, ക്രിയാറ്റിൻ പോലുള്ള നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ബ്ലഡിൽ ഈ സൊല്യൂട്ട് കണ്ടന്റ് കൂടുതലാണ്, അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ആണ് സൊല്യൂട്ടിന്റെ. എന്നാൽ നമ്മൾ ഡയലൈസിങ് ഫ്ലൂയിഡ് നോക്കുകയാണെങ്കിൽ അവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡയാലിസിസ് എന്ന് പറഞ്ഞ ക്ലിനിക്കൽ പ്രൊസീജിയറിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലൈസറിൽ വെച്ച് ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് നമ്മുടെ ബ്ലഡിൽ നിന്നും സൊല്യൂട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്ത് പോവുകയാണ്, ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിൽ സൊല്യൂട്ട് മൂവ്മെന്റ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ ബേസിലാണ് നടക്കുന്നത്. റാൻഡം ആയിട്ട് അത് മൂവ് ചെയ്യുന്നു, ആ മെംബ്രെയിൻ ത്രൂ അത് മൂവ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിഫ്യൂസ്ഡ് ആവുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഡിഫ്യൂഷനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എന്താണ് പറയുന്നത്? അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ വരുന്ന പോർ സൈസ് ആണ്. സെമി പെർമിയബിൾ മെംബ്രെയിന്റെ പോസിന്റെ സൈസിനേക്കാൾ കുറഞ്ഞ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മാത്രമേ ഡിഫ്യൂസ്ഡ് ആവുന്നുള്ളൂ. അതിനേക്കാൾ സൈസ് കൂടിയത്, പോർ സൈസിനേക്കാൾ വലിയ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡിഫ്യൂസ്ഡ് ആവുന്നില്ല. അതാണ് ആദ്യത്തെ ഫാക്ടർ വരുന്നത്. ഇനി വരുന്നത് ഇലക്ട്രിക്കൽ ചാർജ് ആണ്. നമ്മൾ അതിലത്തെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ന്യൂട്രൽ ചാർജസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ചാർജും എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ്. അതായത് സെമി പെർമിയബിൾ മെംബ്രെയിന്റെ ചാർജും പാസ് ചെയ്തു പോകുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ ചാർജും തമ്മിൽ പോസിറ്റീവ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യുകയും നെഗറ്റീവ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യുകയും ചെയ്യും. എന്നാൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു നെഗറ്റീവ് ചാർജും പാസ് ചെയ്തു പോകുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒരു പോസിറ്റീവ് ചാർജും ആണെങ്കിൽ അത് വളരെ സ്ലോലി ആണ് മൂവ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾസിനെ അതൊരു ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ട്രാൻസ്പോർട്ടിനെ അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതർവൈസ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിൽ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് ഓർത്താൽ മതി, ബ്ലഡ് ടു ഡയാലിസിസ് ഫ്ലൂയിഡ്. അത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡിഫ്യൂഷൻ എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അൾട്രാ ഫിൽട്രേഷൻ ആണ്. ഡയലൈസറിൽ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സോൾവെന്റ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് അൾട്രാ ഫിൽട്രേഷൻ വഴിയാണ്. ഡിഫ്യൂഷനിൽ നിന്നും അൾട്രാ ഫിൽട്രേഷനെ ഡിഫറെന്റ് ആക്കുന്നത്, ഡിഫ്യൂഷനിൽ നമ്മൾ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ആണ് പറഞ്ഞിരുന്നെങ്കിൽ അൾട്രാ ഫിൽട്രേഷനിൽ സോൾവെന്റ് ആണ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് സോൾവെന്റ് ആസ് നമ്മുടെ വാട്ടർ, ബ്ലഡിലുള്ള വാട്ടറിനെ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ ത്രൂ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അൾട്രാ ഫിൽട്രേഷൻ വഴിയാണ്. അപ്പൊ ആസ് നമുക്ക് മുന്നേ പറഞ്ഞ സെയിം സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ 2 സൊല്യൂഷനെ നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാണ്. രണ്ടിടത്ത് ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ട്. ഒന്നിൽ പ്രഷർ കൂടുതലും ഒന്നിൽ പ്രഷർ കുറവാണ്. അപ്പൊ പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സോൾവെന്റ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡിൽ സോൾവെന്റ് കണ്ടന്റ്, അതായത് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും.
ഡയാലിസിസ് ഫ്ലൂയിഡിൽ അത് കുറവായിരിക്കും. അപ്പോ അവിടെ പ്രഷർ നമ്മുടെ ബ്ലഡിനകത്ത്, ഡയാലിസിസ് ബ്ലഡിനകത്ത് പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും. ആ ഭാഗത്തിൽ നിന്ന് വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ സോൾവെന്റ് ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ വഴി അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതാണ് അതിനൊരു എക്സാമ്പിൾ വരുന്നത്. ആ പ്രഷറിനെ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും. അപ്പോ നമ്മൾ അവിടെ സൊല്യൂട്ട് ക്ലിയറൻസ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ സോൾവെന്റ് ക്ലിയറൻസ് ആണ് പറയുന്നത്. സോൾവെന്റ് ആണ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോൾവെന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ചെറിയ ചെറിയ സൊല്യൂട്ട് മോളിക്യൂൾസ് കൂടി ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി കടന്നു പോകും. എസ്പെഷ്യലി മെംബ്രെയിന്റെ പോർ സൈസിനേക്കാൾ കുറഞ്ഞ പാർട്ടിക്കിൾസ് അതുവഴി മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ആണ്, നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ഡിഫ്യൂഷനിൽ പറഞ്ഞിരുന്നെങ്കിൽ അൾട്രാ ഫിൽട്രേഷനിൽ വരുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ആണ്. ഒന്നിൽ പ്രഷർ കൂടുതലും ഒന്നിൽ പ്രഷർ കുറവും, അങ്ങനെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അത്തരത്തില് സോൾവെന്റ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആ പ്രഷറിനെ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നും അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ പ്രഷർ എന്നൊക്കെ നമുക്ക് അതിനെ പറയാം.